അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, പടച്ചോനെ, എനിക്കിനി നടക്കാനുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തവഫനി മുസ്ലിമായി, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് എന്നതാണ്. അടുത്തൊരു സംഭവം, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ട ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന്റെ ചിരി, സ്വഭാവം, ഇടപെടല്, സ്നേഹം, കരുണ, ആർദ്രത, അനുകമ്പ, അതൊക്കെ കേട്ടിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് നേരിട്ട് പോയി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഗരിയിലേക്ക്, പള്ളിയിലേക്ക് വരികയാണ്. അവിടെ എത്തുമ്പോൾ ഒരു വലിയ സദസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണല്ലോ ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. ആരാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? സാധാരണക്കാരിൽ ഒരാളായി, ഒരു ജാടയുമില്ലാതെ, ഒരു വേഷഭൂഷാദികളുമില്ലാതെ ആളുകൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ആ വന്നയാൾ ചോദിക്കുകയാണ്, ഇതിനിടയിൽ എവിടെയാണ് മുഹമ്മദ്? ഇതിനിടയിൽ എവിടെയാണ് മുഹമ്മദ്? ഇതിനെവിടയിൽ എവിടെയാണ് മുഹമ്മദ് നബി? ഒരു അടയാളവുമില്ല തിരിച്ചറിയാൻ. അവിടുന്ന് ആളുകൾക്കിടയിൽ നിന്ന് കൈയുയർത്തിയിട്ട് പറയുകയാണ്, അന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് മുഹമ്മദ് എന്ന് പറയുകയാണ്. അടിമകൾക്കിടയിൽ, അണികൾക്കിടയിൽ, നേതാവിന്റെ കസേരയിൽ ഇരിക്കാതെ അനുയായികളോടൊപ്പം ഇറങ്ങിച്ചെന്ന് സ്നേഹത്തിന്റെ പർദീസ പണിഞ്ഞവരാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് തരും നബി അങ്ങയുടെ സ്നേഹത്തിനായി ബദലില്ലല്ലോ, വെന്തുരുകുന്നവരെ സ്വന്തം പോലെ ചേർത്ത് പീഡിച്ചവരാണല്ലോ. ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാണ്, ഞാൻ അങ്ങയെ കുറിച്ച് കേട്ടു നബിയെ, അങ്ങയുടെ രൂപഭാവത്തെ കുറിച്ച് മനസ്സിലാക്കി നബിയെ, അങ്ങയുടെ പ്രവാചകത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു നബിയെ. അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഞാൻ എന്താണ് വേണ്ടതെന്ന് അങ്ങൊന്ന് പറയുമോ നബിയെ? ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ നബിയെ? ആ സമയത്ത് പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഷഹാദത്ത് കലിമ പറഞ്ഞ് ആരംഭപ്പൂവിന്റെ കരം മുത്തിയിട്ട് പളുങ്കുപോലെ പ്രകാശിക്കുന്ന ഹൃദയവുമായി കുതിരപ്പുറത്ത് കയറി മടങ്ങി പോകുമ്പോൾ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുകയാണ്. കുതിരപ്പുറത്തുനിന്ന് മറിഞ്ഞു വീഴുകയാണ്. ആ നിലത്ത് കിടന്ന സഹോദരൻ മരണപ്പെടുകയാണ്. സഹാബികൾ ഓടിച്ചെല്ലുമ്പോ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ പരത്തിയ മുഖവുമായി ആ മനുഷ്യൻ അങ്ങനെ മലർന്നു കിടക്കുകയാണ്. മരണപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, യസ്ലൂഹു ബിമാഇൻ വസലിൻ വകഫിനൂഹു ബിസൗബൈൻ ഇന്നല്ലാഹ യബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ. നല്ല വെള്ളത്തിൽ കുളിപ്പിക്കാൻ, രണ്ട് വസ്ത്രം കൊണ്ട് കഫം പൊതിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. തക്ബീർ ചൊല്ലി ഷഹാദത്ത് കലിമ പറഞ്ഞു മടങ്ങി പോകുമ്പോ വീണു മരണപ്പെട്ടു പോയവനാണ്. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് തൽബിയത്ത് ചൊല്ലിയിട്ട്, തക്ബീർ ചൊല്ലിയിട്ട്, തഹ്ലീൽ ചൊല്ലിയിട്ട് നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
ഇത്രയും വലിയ സൗഭാഗ്യം ആ മനുഷ്യന് കിട്ടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആ മനുഷ്യന്റെ മുഖമൊന്ന് നോക്കുവോ, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖമൊന്ന് നോക്കുമോ? സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ട് ആനന്ദിച്ചു മരിച്ച സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ രൂപമാണ്. എല്ലാ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ രൂപമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയമേ ആ മനുഷ്യൻ ജീവിച്ചിരുന്നുള്ളൂ. ഒരു കറുത്ത പുള്ളി ഹൃദയത്തിലേക്ക് വരാനുള്ള സമയം കിട്ടിയില്ല, ഒരു തെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, ഒരു ഹറാമ് കാണാനുള്ള സമയം കിട്ടിയില്ല, ഒരു ഹറാമ് കേൾക്കാനുള്ള സമയം കിട്ടിയില്ല. ഈമാന്റെ പവറോടുകൂടി ആ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോ മരണം ആ മനുഷ്യന് ഒരു ആസ്വാദനമായി മാറി. സ്വഹാബാ, മരണം ആസ്വദിക്കുന്നവരാണ് മരിക്കുമ്പോൾ ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ സമസ്ത മുശാവറ മെമ്പറായിരുന്ന ശൈഖുനാ കാപ്പിൽ ഉമർ ഉസ്താദ് പൊട്ടച്ചിറ പട്ടാമ്പി പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിന്റെ തിരുമുമ്പിലേക്ക് ഈ പാവപ്പെട്ടവന് ഇൽമ പഠിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ എത്രമേൽ ഒരു ആലിമിന് വിനയം കാണിക്കാൻ പറ്റുമോ അത്രമാത്രം വിനയമുള്ള, അത്രമാത്രം താഴ്മയുള്ള അറിവാണെങ്കിലോ അറിവിന്റെ ആഴക്കടലാണ്. ശൈഖുനാ കാപ്പിൽ ഉമർ ഉസ്താദ് അവർകൾ ജീവിച്ചിരുന്നപ്പോ കാണാനുള്ള ചിരിക്കെന്തോ ഒരു ചന്തമായിരുന്നെന്നറിയുമോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എല്ലാ കടപ്പാടുകളും നിർവഹിച്ച് എല്ലാ കടമകളും നിറവേറ്റി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മുഖത്ത് വിടർന്ന ചിരിയുണ്ടല്ലോ, അതും മരണം ആസ്വദിച്ചവരുടെ ചിരിയാണ്. കാളികാവിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, പൂങ്ങോട് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇയാള് മരണം ആസ്വദിച്ചാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു മയ്യത്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ മുമ്പിലൂടെ വന്നു ഉദ്ഘാടനം ചെയ്തു പോയ മൊയ്‌നലി തങ്ങള് ആ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആറ്റപ്പൂവിന്റെ കണ്ണുകളിലേക്ക്, ആറ്റപ്പൂവിന്റെ മുഖകമലത്തേക്ക് നമുക്കെത്താം. പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെന്ന സ്നേഹത്തിന്റെ, കരുണയുടെ, ആർദ്രതയുടെ, ലാളിത്യത്തിന്റെ പടുമരമാണ്. പാണക്കാട് തറവാടിന്റെ തിരുമുമ്പിൽ വെട്ടിയിട്ട മരം പോലെ മറഞ്ഞു വീണുപോയപ്പോ ആ പ്രിയപ്പെട്ടവരെ കാണാൻ കോട്ടക്കൽ മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് ആളുകളെത്തുമ്പോ ആ പ്രിയപ്പെട്ട ഹൈദർലി തങ്ങളുടെ അവസാന സമയത്തെ മുഖം കണ്ടവര് പറയുകയാണ്, ജീവിച്ചിരുന്നപ്പോ പോലും അത്രത്തോളം ഭംഗിയുണ്ടായില്ല, ജീവിച്ചിരുന്ന് ചിരിച്ചാ പോലും അത്ര ഭംഗിയുണ്ടായില്ല. അതാണ് മരണം ആസ്വദിക്കുന്നവരുടെ മുഖം, അങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ട പൂങ്ങോട്ട പെങ്ങളെ, ഈ മരണം മരണം മരണമെന്ന് ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങളിപ്പൊ പറയും, എത്ര കൊല്ലമിനി കഴിയാനുണ്ട്, എന്റെ മോളെ കല്യാണം നടത്താനുണ്ട്, നമ്മളൊരു നല്ല സ്ഥലം പൂങ്ങോട് നിലമ്പൂര് നോക്കിയിട്ടിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്യാനുണ്ട്, ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനുണ്ട്, എന്റെ ഭർത്താവൊത്ത് ദുബായിൽ താമസമാവാനുണ്ട്, മക്കള് ഡോക്ടറായിട്ട് പുറത്തിറങ്ങാനുണ്ട്. ആഗ്രഹങ്ങളുടെ പടിയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്ന നിങ്ങൾക്ക് മരണം വെറുപ്പാണ്, ആ മരണം കേൾക്കാൻ തന്നെ അറപ്പാണ്, ആ മരണത്തോട് നിങ്ങൾക്ക് താല്പര്യക്കുറവാണ്. അതാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹാദിമുൽ ലദ്ദാത്ത്.